നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ തീരുമാനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവിലാണ് ഇക്കാര്യവുമുള്ളത്. തമിഴ്നാട് സർക്കാർ ഗവർണർ RN രവിക്കെതിരെ നൽകിയ കേസിലെ വിധിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക നിർദ്ദേശങ്ങൾ. ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകളിലും രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാൻ സമയപരിധിയുണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. നിയമസഭയിൽ പാസാക്കി അംഗീകാരത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ ഉചിതമായ കാരണം രേഖപ്പെടുത്തി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് റിപ്പോർട്ട് നൽകണമെന്നും കോടതി. ഇക്കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചാൽ രാഷ്ട്രപതിക്കെതിരെ മാൻഡമസ് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ അവകാശമുണ്ടെന്നും ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ലെന്നും സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കി. കേസിൽ ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണറുടെ നടപടിയെ നിയമവിരുദ്ധമെന്നായിരുന്നു സുപ്രീം കോടതി വിമർശിച്ചത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ സുപ്രീം കോടതിയിലെ കേരളത്തിന്റെ നിയമ പോരാട്ടത്തിൽ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ഈ നിരീക്ഷണങ്ങൾ. കേരളത്തിന്റെ ഹർജി അടുത്ത തവണ പരിഗണിക്കുമ്പോൾ ഉത്തരവിലെ ഈ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടാൻ സംസ്ഥാനം ശ്രമിച്ചേക്കും. ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരായ സുപ്രീം കോടതി ജസ്റ്റിസ് JB പർദിവാലയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തുന്നതായും വിവരമുണ്ട്. 24 ഡൽഹി. ബില്ലുകളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെ തമിഴ്നാട്ടിൽ ഗവർണർ തടഞ്ഞുവെച്ച 10 ബില്ലുകൾ നിയമമായി. ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാകുന്നത്. സ്റ്റാലിൻ സർക്കാർ നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിൽ ഗവർണറെ സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ വിമർശനത്തിനെതിരെ ഇടത് പാർട്ടികളും കോൺഗ്രസും രംഗത്തെത്തി. സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത നേതാക്കൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തി. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുപ്രീം കോടതി വിധിക്കെതിരെ ഗവർണർ തുറന്നടിച്ചത്. ഗവർണർമാർ ബില്ലുകൾ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിച്ചതിലൂടെ സുപ്രീം കോടതി അതിരുവിട്ടു പെരുമാറിയെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പ്രതികരണം. ഭരണഘടനാ ഭേദഗതി കോടതിയാണ് നടത്തുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനെന്ന് ഗവർണർ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. പിന്നാലെ ഗവർണറുടെ അഭിമുഖത്തെ വിമർശിച്ച് ഇടതു പാർട്ടികളും കോൺഗ്രസും രംഗത്തെത്തി. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ കേരള ഗവർണർ സന്നദ്ധനാകേണ്ടിയിരുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കേരള ഗവർണറുടെ ഇപ്പോൾ കേട്ടതായ ഈ പ്രതികരണം സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതല്ല. സുപ്രീം കോടതിയുടെ വിധി പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ സകലർക്കും ബാധകമാണ്. ബില്ലുകൾ വൈകിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലാണെന്നും ഗവർണർമാരെ ഇതിനായി ഉപയോഗിക്കുന്നുവെന്നും KC വേണുഗോപാൽ. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴിയെ നടക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ബില്ലുകൾ നിയമമായി കഴിഞ്ഞതായി മന്ത്രി P രാജീവും പ്രതികരിച്ചു. അതേസമയം കേരളത്തിൽ ബില്ലുകളൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ലെന്നും രാജ്ഭവനിലേക്ക് അയച്ച ബില്ലുകളെക്കുറിച്ച് ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും ഗവർണർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും അർലേക്കർ അഭിമുഖത്തിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് ലത്തീൻ രൂപതയെ അതിരൂപതയായി ഉയർത്തി വത്തിക്കാൻ. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും പ്രഖ്യാപിച്ചു. വത്തിക്കാനിലും കോഴിക്കോടും ഒരേ സമയമായിരുന്നു പ്രഖ്യാപനം. Apostolic Nunciature in India, Protocol number 2150/22/IN. Your Lordship, Right Reverend Varghese Chakkalekal, His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese with the Diocese of Kannur and Sultanbed as suffragans, and has appointed you as the first
Metropolitan Archbishop of the Archdiocese of Calicut. കണ്ണൂർ സുൽത്താൻപേട്ട് രൂപതകളാണ് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ വരിക. വിസ്മയങ്ങളുടെ ദൈവം ജീവിതത്തിലേക്ക് വന്നുവെന്ന് പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. വിസ്മയങ്ങളുടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കിയും എന്നെ മെത്രാപ്പോലിത്തയാക്കിയും പ്രഖ്യാപിക്കുവാൻ ദൈവം കൂട്ടുനിൽക്കുകയായിരുന്നു. ഇവിടെ ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ മെത്രാന്മാർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂപത ആസ്ഥാനത്തെത്തി പുതിയ ആർച്ച് ബിഷപ്പിന് ആശംസയും അറിയിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇനി. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, കോഴിക്കോട് രൂപത ആസ്ഥാനം അത് സ്ഥാപിതമായ 102ാം വർഷത്തിലാണ് ഇപ്പോൾ അതിരൂപതയുള്ള പ്രഖ്യാപനം വത്തിക്കാനിൽ വന്നത്. അതിൽ വലിയ ആശംസകൾ രൂപതയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിക്കപ്പെട്ട ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനും ആശംസകൾ പല കോണുകളിൽ നിന്നും ഉയരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി ആശംസ അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രസിഡന്റ് വത്തിക്കാൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സുപ്രധാന വിവരം ലോകത്തെ അറിയിച്ചത്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:15 കോഴിക്കോട് രൂപത ആസ്ഥാനത്ത് തലശ്ശേരി ആർച്ച് ബിഷപ്പായിട്ടുള്ള ജോസഫ് പാംബ്ലാനി ഈ സന്തോഷ വിവരം വിശ്വാസി സമൂഹത്തെ അറിയിക്കുകയായിരുന്നു. പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് രൂപത രൂപീകൃതമായിട്ട് 102 വർഷം പിന്നിടുമ്പോഴാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രധാന പ്രഖ്യാപനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മൂന്നാമത്തെ ലത്തീൻ രൂപത കൂടി ആകുകയാണ് കോഴിക്കോട് അതിരൂപത. പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുൽത്താൻപേട്ടയും അതോടൊപ്പം തന്നെ കണ്ണൂർ രൂപതകളും ചേരുന്നതാണ് കോഴിക്കോട് അതിരൂപത എന്ന് പറയുന്നത്. നിലവിലെ കോഴിക്കോട് ബിഷപ്പ് കൂടിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഇനി മുതൽ ആർച്ച് ബിഷപ്പായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ടായിരുന്നു. വിസ്മയങ്ങളുടെ ദൈവം ജീവിതത്തിലേക്ക് വന്ന പോലെയാണ് തനിക്ക് ഈ നിമിഷം എന്നാണ് അദ്ദേഹം ഈ ധന്യമുഹൂർത്തത്തിൽ പ്രതികരണമായി അറിയിച്ചത്. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകളുമായി നമ്മളിപ്പോൾ ഉള്ള ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പം മുമ്പ് കണ്ട ദൃശ്യങ്ങൾ പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നു. ഈ സന്തോഷ വിവരം അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തി നേരിട്ട് ആർച്ച് ബിഷപ്പിന് ആശംസകൾ അറിയിക്കുകയും പൂമാല അണിയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അല്പം മുമ്പ് മടങ്ങിയിട്ടുണ്ട്. ACC ജനറൽ സെക്രട്ടറി ആയിട്ട് KC വേണുഗോപാൽ അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. എന്താണെങ്കിലും നാളെ ഓശാന ഞായറാണ്, ഇനി ഈസ്റ്റർ എത്താൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ വിശ്വാസി സമൂഹത്തിന് വലിയ സന്തോഷം കൂടിയാണ് ഇത് പകരുന്നത്. പ്രജി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് DCCയുടെ പുതിയ ഓഫീസ് ലീഡർ കെ കരുണാകരൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന് കെ മുരളീധരൻ. ആരോഗ്യ പ്രശ്നങ്ങളിലാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് അസാന്നിധ്യം ചർച്ചയായതോടെ കെ മുരളീധരന്റെ വിശദീകരണം. പരസ്പരം പോരടിക്കുന്നത് മാറണമെന്ന KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രസംഗവും ശ്രദ്ധേയമായി. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വർഷങ്ങളായുള്ള ആഗ്രഹം ലീഡർ കെ കരുണാകരൻ മന്ദിരം. പ്രധാന UDF നേതാക്കളെല്ലാം അണിനിരന്ന പരിപാടി. അവിടെയാണ് കെ മുരളീധരന്റെ അസാന്നിധ്യം വലിയ ചർച്ചയായത്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് കെ മുരളീധരന്റെ വിശദീകരണം. ഒരു പ്രശ്നവുമില്ല, പാർട്ടിക്കകത്തൊരു പ്രശ്നവുമില്ല, മനഃപൂർവ്വം പങ്കെടുക്കാത്തതല്ല, ഒരു ആരോഗ്യപരമായുള്ള കാര്യങ്ങളുകൊണ്ട് മാത്രമാണ് ഇന്ന് പോകാതിരുന്നത്. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഓഫീസ് പോയിട്ട് ഒഫീഷ്യലായിട്ട് കാണുന്നുണ്ട്. തൊട്ടു പിന്നാലെ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ രൂക്ഷ വിമർശനം. പരസ്പരം പോരടിക്കുന്നത് മാറണം, പുറത്തെ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നും കെ സുധാകരൻ. കോൺഗ്രസ് സമ്പൂർണ്ണ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ട്. പരസ്പരം പോരടിക്കുന്ന രീതിക്ക് മാറ്റം വേണം. പുറത്തുള്ള എതിരാളിയേക്കാൾ ഉള്ളിലുള്ളവരെ ശത്രുവായി കാണുന്ന മനോഭാവം
വെടിയണം, ചുവരുണ്ടെങ്കിലേ ചിത്രം വരക്കാനാവൂ എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ ശക്തിക്കും സാധിക്കില്ല. അതിനിടെ ഉദ്ഘാടന വേദിയിൽ പരാതിയുമായി ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബമെത്തി. നേതൃത്വം ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കുടുംബത്തിന്റെ പരാതി. സാമ്പത്തിക ബാധ്യത തീർത്തു തരാമെന്നായിരുന്നു നേതൃത്വം വാഗ്ദാനം ചെയ്തത്. ഇവരെല്ലാവരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. അവർ പറഞ്ഞ ഡേറ്റുകളെല്ലാം കഴിഞ്ഞു. മന്ദിരത്തിന്റെ ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിച്ചു. BJP ഭരണഘടനാ സ്ഥാപനങ്ങളെ കയ്യിലെടുക്കുകയാണ്. പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടാൻ പോലും ഗവർണർ തയ്യാറാകുന്നില്ല. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വിധി നിർണായകമായെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. 24 കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO മാസപ്പിടി കേസ് LDFന്റെ കേസ് അല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ CPIM-ന് അതൃപ്തി. കേസ് നോക്കാൻ വീണയ്ക്ക് അറിയാമെന്നും ബിനോയ് ഉത്കണ്ഠപ്പെടേണ്ടെന്നും മന്ത്രി V ശിവൻകുട്ടിയുടെ മറുപടിയിൽ ആ അതൃപ്തി വ്യക്തവുമാണ്. പാർട്ടി നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ലെന്ന മുൻ നിലപാട് ബിനോയ് വിശ്വം തിരുത്തിയത്. ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ 68ാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രസംഗത്തെപ്പറ്റി പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ വന്ന വാർത്തയാണിത്. മാസപ്പിടി കേസിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ പ്രസംഗം. ഇതിനെതിരെ CPI സംസ്ഥാന കൗൺസിൽ വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയമായി വരുന്ന കാര്യങ്ങളെ മാത്രം പ്രതിരോധിച്ചാൽ മതി. സംരംഭക എന്ന നിലയിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യങ്ങളിൽ പാർട്ടി പക്ഷം ചേരേണ്ട എന്നായിരുന്നു നേതൃയോഗത്തിൻ്റെ പൊതുവികാരം. സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ബിനോയ് വിശ്വം മലക്കം പറഞ്ഞത്. എന്നാൽ ബിനോയിയുടെ നിലപാടിൽ CPIM-ന് അതൃപ്തിയുണ്ട്. പരസ്യപ്രതികരണത്തിന് നേതൃത്വം മുന്നോട്ട് വന്നില്ലെങ്കിലും CPI സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞ് മന്ത്രി തന്നെ രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയൻ്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. ഇടതുമുന്നണിയും സർക്കാരും CPIM ആണെന്ന പ്രചരണത്തിനെതിരെ CPI ഉയർന്ന വിമർശനങ്ങളെയും മന്ത്രി V ശിവൻകുട്ടി പരിഹസിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നും ഒരു അസൂയം കുശുമ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇരു പാർട്ടികൾക്കുമിടയിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ്. 24 തിരുവനന്തപുരം. മുംബൈക്ക് പുറമെ മറ്റ് ഇന്ത്യൻ നഗരങ്ങളെയും തഹാവൂർ റാണ ലക്ഷ്യമിട്ടിരുന്നതായി NIA. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് തഹാവൂർ റാണ സഹകരിക്കുന്നില്ല. റാണയുടെ ശബ്ദ സാമ്പിളുകൾ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിക്കും. NIA ആസ്ഥാനത്തെ പ്രത്യേക സെല്ലിൽ 12-അംഗ സംഘമെത്തിയാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ റാണയെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ മറ്റാർക്കും അനുവാദമില്ല. 24 മണിക്കൂറും നിരീക്ഷിക്കുന്നതിനായി സെല്ലിൽ പ്രത്യേകം ക്യാമറകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 3 മണിക്കൂറാണ് അന്വേഷണ സംഘം റാണയെ ചോദ്യം ചെയ്തത്. പ്രാഥമിക വിവരങ്ങളാണ് തേടിയത്. എന്നാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി റാണ നൽകുന്നില്ല. മുംബൈക്ക് പുറമെ മറ്റ് ഇന്ത്യൻ നഗരങ്ങളെയും റാണ ലക്ഷ്യമിട്ടിരുന്നതായി NIAക്ക് വിവരം ലഭിച്ചു. ഇന്ത്യയിലെത്തിയ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ റാണയുടെ നിർദ്ദേശമനുസരിച്ച് സഹായിച്ച വ്യക്തിയെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് ദുബായിലെ ഒരു വ്യക്തിയുമായി തഹാവൂർ റാണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇയാൾക്ക് ഭീകരാക്രമണത്തിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കും. തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകളും NIA സംഘം ശേഖരിക്കും. അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള തഹാവൂർ റാണയുടെ ശബ്ദ സന്ദേശങ്ങളും ഓഡിയോ ക്ലിപ്പുകളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണിത്. ഉപാധികളിൽ നിന്നുകൊണ്ട് തഹാവൂർ റാണയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ തേടുക എന്നതാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി. പുതിയ വിവരങ്ങളും തെളിവുകളും ലഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം മറ്റു ദിശകളിലേക്ക് തിരിയും. വിനീത VG, 24, ഡൽഹി. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരും സംഘവും ലഹരിക്കും അക്രമത്തിനെതിരെ നടത്തുന്ന കേരള യാത്രാ പര്യടനം തുടരുകയാണ്.
ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SKN40 ജനകീയ യാത്രയ്ക്ക് മഞ്ചേരിയുടെ പൂർണ്ണ പിന്തുണ. MLA-മാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ലഹരിക്കെതിരെ അണിചേർന്നു. മഞ്ചേരി ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു ഇന്നത്തെ യാത്രയുടെ തുടക്കം. നിരവധി കൂട്ടായ്മകൾ യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചെത്തി. ലഹരിക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെയൊക്കെ പിന്തുണ മെക്സവന്റെ, പ്രത്യേകിച്ചും മഞ്ചേരിയിലെ മെക്സവൻ ലേഡീസിന്റെ പൂർണ്ണ പിന്തുണ ഇതിന്റെ പിന്നിലുണ്ടാവും. 9 മണിയോടെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന തുവ്വൂർ ഗാലക്സി ക്ലബ്ബും ഫുട്ബോൾ മൈതാനത്ത് ഒത്തുചേർന്നു. സാർ നയിക്കുന്ന ഈ നല്ല കാര്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ക്ലബ്ബാണ്. 11:30 ജനകീയ യാത്ര വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എത്തി. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി എന്ന വിപത്തിനെതിരെ ഒന്നിച്ചു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജനകീയ യാത്രയ്ക്ക് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് ആശംസ നേർന്നു. SKN40 ഇത്ര നന്നായിട്ട് വളരെ നന്നായിട്ട് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണിച്ച ഈ ധൈര്യം, മാഫിയ സംഘത്തോട് നേരിടാൻ കാണിച്ച ധൈര്യം ഞാനിവിടെ അനുമോദിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ മർത്തോമ കോളേജിൽ യാത്രയെത്തി. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ SKN വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. മർത്തോമ കോളേജ് ലഹരിമുക്ത ക്യാമ്പസ് ആക്കാൻ ഈ യാത്ര പ്രചോദനമായതായി മുഖ്യരക്ഷാധികാരി പറഞ്ഞു. അഭിപ്രായങ്ങളും നിലപാടുകളും ശക്തമാകുന്നതുകൊണ്ട് ഓരോ ഹൃദയങ്ങളിലേക്കും ഓരോ കാര്യങ്ങളെ സംവേദനം ചെയ്യുവാൻ താങ്കൾ എടുക്കുന്ന ശ്രമവും ദൈവം താങ്കൾക്ക് എന്ന കഴിവ്. അമ്മമാരുടെ കണ്ണീര് വീഴുകയാണ് ഈ മണ്ണിലിപ്പോ. എത്രയോ പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ പങ്കുവച്ച് അമ്മമാർ സ്കൂളിലേക്ക് അയച്ച അതേ കുട്ടികൾ തന്നെ തൊട്ടുമുന്നിൽ നിൽക്കുന്നത് അമ്മയാണെന്ന് പോലും മനസ്സിലാക്കാതെ അമ്മയ്ക്ക് നേരെ കത്തിയെടുക്കുന്ന, അമ്മയെ കൊലപ്പെടുത്തുന്ന ഒരു വിധ്വംസകമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. മലപ്പുറത്തെ 3 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി നാളെ യാത്ര വയനാട്ടിലേക്ക് കടക്കും. 24 മലപ്പുറം. വാർത്താസന്ധ്യയിലേക്ക് തിരികെ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു.